ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ടു Aegon. നിങ്ങളുടെ പ്ലസ് ടു കോഴ്സിലെ വളരെ പ്രധാനപ്പെട്ട ഒരു പരീക്ഷയായ ക്രിസ്മസ് ടേം എക്സാം, നമ്മുടെ പബ്ലിക് എക്സാമിന് മുന്നോടിയായിട്ട് വരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു എക്സാമാണ്. അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് നിങ്ങളെല്ലാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും അല്ലേ? ഓൾറെഡി നിങ്ങളെല്ലാവരും ക്രിസ്മസ് എക്സാമിൻ്റെ പ്രിപ്പറേഷൻസ് ഒക്കെ തുടങ്ങിയിട്ടുണ്ടാവണം. നമ്മൾ ഈ ഒരു സീരീസിലൂടെ നമ്മൾ ചെയ്യുന്നത് ക്രിസ്മസ് എക്സാമിന് ചോദിച്ചുകൊണ്ടിരിക്കുന്ന നല്ല ഓരോ ചാപ്റ്ററിൽ നിന്നും ചോദിക്കാൻ ചാൻസ് ഉള്ള, അതോടൊപ്പം കൺഫ്യൂഷനായി തെറ്റിപ്പോവാനൊക്കെ ചാൻസ് ഉള്ള ചില ക്വസ്റ്റ്യൻസ് ഓരോന്നോരോന്നായിട്ട് നമ്മളൊന്ന് ഡിസ്കസ് ചെയ്ത് പോവാണ്. ഓരോ ക്വസ്റ്റ്യൻ ആയിട്ട്, ഓരോ വീഡിയോ ആയിട്ട്, ചെറിയ വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് കാണാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ അവസാനം വരെ വാച്ച് ചെയ്യുക. ഇത് നിങ്ങൾക്ക് എക്സാമിന് വളരെയധികം ചാൻസ് ഉള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. പെട്ടെന്ന് കേൾക്കുമ്പോൾ ചിലപ്പോൾ തെറ്റിപ്പോവുകയും ചെയ്യും. വളരെ ചെറിയൊരു സമയം കൊണ്ട് നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന തരത്തിൽ പെട്ടെന്ന് നമുക്ക് ചെയ്തു പോവാം. അപ്പോൾ നിങ്ങൾ വീഡിയോ അവസാനം വരെ കാണുക, നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യുക. ഏഗൺ ആപ്പ് നിങ്ങൾക്ക് പുതിയ ഒരുപാട് കാര്യങ്ങളും എക്സാമിന് സഹായിക്കുന്ന ടിപ്പുകളും ക്ലാസ്സുകളും ഒക്കെ ആയിട്ട് മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാം അല്ലേ? എല്ലാവരും റെഡി അല്ലേ? ഒന്ന് ശ്രദ്ധിച്ചോളെ. സ്റ്റേറ്റ് ഗോസസ് ലോ ഫോർ മാഗ്നറ്റിസം. How this differs from Gauss's law in electrostatics? What is the difference in the two cases? Okay. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ കേൾക്കുമ്പോൾ സ്വാഭാവികം എല്ലാവർക്കും ഗോസസ് ലോ അറിയാത്ത ആരും ഉണ്ടാവില്ല. ബട്ട് ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഗോസസ് ലോ ഇൻ മാഗ്നറ്റിസം ആണ്. അപ്പൊ ഇങ്ങനെ കേൾക്കുമ്പോൾ പലരും എന്താ ചെയ്യാന്ന് വെച്ചാൽ ഗോസസ് ലോ ഇൻ ഇലക്ട്രിസിറ്റി ആലോചിക്കും. ഓക്കെ, ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സിനെ കുറിച്ച്, ഒരു ഗോസിയൻ സർഫേസ് ഉണ്ട്, ഒരു ചാർജിനെ കവർ ചെയ്യുന്ന ഒരു സർഫേസ് ആണ്, അതിലൂടെ പോകുന്ന ടോട്ടൽ ഫ്ലക്സ് എന്ന് പറയുന്നത് അല്ലേ? ഒരു പിക്ചറൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവണം. ഒരു ഗോസിയൻ സർഫേസ് നമ്മൾ ഇങ്ങനെ വരയ്ക്കുന്നു, ഇറ്റ്സ് എ ഗോസിയൻ സർഫേസ്. അതിൻ്റെ അകത്ത് ഒരു ചാർജ് ഉണ്ട്, എ ചാർജ് ക്യൂ. അങ്ങനെയാണെങ്കിൽ ഈ ചാർജിൽ നിന്ന് ഫ്ലക്സ് ഇങ്ങനെ ഔട്ട്വാർഡ്സ്, പ്രത്യേകിച്ച് ഇതൊരു പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ ഫ്ലക്സ് എങ്ങോട്ടാ മക്കളെ പോവാ? യെസ്, ഫ്ലക്സ് ഇങ്ങനെ ഒരു ഔട്ട്വാർഡ് ഫ്ലക്സ് ഇതിൽ നിന്ന് ഇങ്ങനെ വരുന്നുണ്ട് അല്ലേ? ഇങ്ങനെ ഔട്ട്വാർഡ് ഫ്ലക്സ് ഉണ്ടാവും. ഈ ഫ്ലക്സ് എത്ര എന്നാണ് ഗോസസ് ലോ സിമ്പിൾ ആയിട്ട് പറയുന്നത്. വളരെ സിമ്പിൾ അല്ലേ അല്ലേ? ഇത് അറിയാത്ത ആരും ഇല്ലല്ലോ. അതായത് ഒരു ചാർജ്, ആ ചാർജിനെ കവർ ചെയ്യുന്ന ഒരു ഗോസിയൻ സർഫേസ്, ആ സർഫേസിലൂടെ പുറത്തേക്ക് പോകുന്ന ഫ്ലക്സ്, ആ ഫ്ലക്സ് എത്ര എന്നാ പറയുന്നത്? ആ ഫ്ലക്സ് ഈസ് ഈക്വൽ ടു 1/ε0 ടൈംസ് ദ ചാർജ് എന്നാണ് നമ്മൾ പഠിച്ചത്. ഇതാണ് ഗോസസ് ലോ ഇൻ ഇലക്ട്രോസ്റ്റാറ്റിക്സ്. അപ്പൊ ഇത് കേൾക്കുമ്പോൾ പലരും എന്താണെന്ന് വിചാരിക്കുക, ഓക്കെ ഇതുപോലെ നമുക്ക് ഗോസസ് ലോ ഇൻ മാഗ്നറ്റിസം അങ്ങ് ചെയ്തേക്കാം. എന്നിട്ട് എന്ത് ചെയ്യുന്ന അറിയുമോ? ദ ടോട്ടൽ മാഗ്നറ്റിക് ഫ്ലക്സ് ഈക്വൽ ടു എന്നൊക്കെ പറഞ്ഞു തുടങ്ങും. എന്നിട്ട് ഈ 1/ε0 പകരം എല്ലാവർക്കും അറിയാം ε0 എന്ന് പറയുന്ന കോൺസ്റ്റന്റ് ഇലക്ട്രിസിറ്റിയുമായി ബന്ധപ്പെട്ട ഒരു കോൺസ്റ്റന്റ് ആണല്ലേ? അപ്പൊ എന്താ പറയുക, പലരും ചിന്തിക്കുന്നത് ഇതുപോലെ മാഗ്നറ്റിസത്തിൽ ഒരു കോൺസ്റ്റന്റ് ഉണ്ടല്ലോ, അതായിരുന്നു μ0. അപ്പൊ പലരും എന്ത് ചെയ്യും, ഇലക്ട്രിസിറ്റിയിൽ 1/ε0 എന്ന് കൊണ്ട് മാഗ്നറ്റിസത്തിലെ ഗോസസ് ലോ ചോദിക്കുമ്പോൾ ആ 1/ε0 പകരം 1/μ0 എന്നോ അല്ലെങ്കിൽ μ0 എന്നോ ഒക്കെ കൊടുക്കാം. ചാർജിന് പകരം അവിടെ മാഗ്നറ്റിന്റെ എന്തെങ്കിലും സ്ട്രെങ്ത് കൊടുക്കാം. ഇങ്ങനെയൊക്കെ പലരും ഗോസസ് ലോ ഇൻ മാഗ്നറ്റിസം അങ്ങ് പറഞ്ഞു കളയും. ബട്ട് അങ്ങനെയല്ല. ഗോസസ് ലോ ഇൻ മാഗ്നറ്റിസം പറയുന്നത് ഇതുപോലൊരു ഗോസിയൻ സർഫേസ് ഉണ്ട്, ബട്ട് ആ ഗോസിയൻ സർഫേസിന്റെ അകത്ത് നമുക്ക് ഒരു മാഗ്നറ്റിനെയാണ് നമ്മൾ പ്ലേസ് ചെയ്യുന്നത്. മാഗ്നറ്റ് എന്ന് പറയുമ്പോൾ അതിൽ നമുക്ക് കാണാം നോർത്ത് പോളും സൗത്ത് പോളും ഉണ്ട്. നോർത്ത് പോൾ ആൻഡ് സൗത്ത് പോൾ. അതല്ലാതെ മാഗ്നറ്റിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താ? നമുക്ക് ഒരു പോള് മാത്രമായിട്ട് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുമോ? ഒരിക്കലും ഇല്ലല്ലോ. ഒരിക്കലും നമുക്ക് നോർത്ത് പോൾ തനിച്ച് ഒരു ഗോസിയൻ സർഫേസിന്റെ അകത്ത് വെക്കാൻ പറ്റില്ല. അപ്പൊ നോർത്ത് പോളിന്റെ തൊട്ടപ്പുറത്ത് ആരുണ്ടാവും മക്കളെ? സൗത്ത് പോൾ ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ നോർത്തിൽ നിന്ന് ഔട്ട്വാർഡ് ഫ്ലക്സ് ഇങ്ങനെ വരുന്നുണ്ട്. ഇതാണ് നോർത്തിൽ നിന്ന് വരുന്ന ഫ്ലക്സ്. ഈ ഫ്ലക്സ് ലൈനൊക്കെ വളഞ്ഞ് സൗത്തിലേക്ക് ഇൻവാർഡ്സിലേക്ക് വന്ന് കയറുകയും ചെയ്യും. അപ്പൊ ഇത്തരം ഒരു സിറ്റുവേഷനിൽ എത്ര ഫ്ലക്സ് ഔട്ട്വാർഡ്സ് ഉണ്ടോ അത്ര തന്നെ ഫ്ലക്സ് ഇൻവാർഡ്സും ഉണ്ട്. അപ്പൊ നെറ്റ് എഫക്റ്റ് എന്താ വരിക? അങ്ങനെയാണെങ്കിൽ ഈ സർഫേസിന്റെ ടോട്ടൽ ഫ്ലക്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? അത് 0 ആയിരിക്കും. ഇതിനെയാണ് നമ്മൾ ഗോസസ് ലോ ഇൻ മാഗ്നറ്റിസം എന്ന് പറയുക. അതല്ലാതെ അവിടെ നിങ്ങൾ കൊണ്ടുപോയിട്ട് μ0 ടൈംസ് എന്തോ ഒരു മാഗ്നറ്റ് എന്നോ മറ്റൊന്നും പറയരുത്. സോ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ദ ടോട്ടൽ മാഗ്നറ്റിക് ഫ്ലക്സ് പാസിംഗ് ത്രൂ എ ഗോസിയൻ സർഫേസ് ഈസ് ഓൾവേസ് 0. ഓക്കെ, ഇതാണ് ഗോസസ് ലോ ഇൻ മാഗ്നറ്റിസം എന്ന് പറയുന്നത്. ഹൗ ദിസ് ഡിഫേഴ്സ് ഫ്രം ഗോസസ് ലോ ഇൻ ഇലക്ട്രോസ്റ്റാറ്റിക്സ് ക്ലിയർ ആയല്ലോ?
ഇലക്ട്രോസ്റ്റാറ്റിക്സിലെ ഗോസസ് ലോ ആണ് നമ്മൾ ഈ പറഞ്ഞിരിക്കുന്നത്. അത് ഒരു ചാർജുമായി കണക്ട് ചെയ്തിട്ടാണ് പറയുന്നത്. അവിടെ ഇക്വേഷൻ വരിക 1/ε0 ഇൻറ്റു ചാർജ് അല്ലെങ്കിൽ ചാർജ് എൻക്ലോസ്ഡ് എന്നാണ്. എന്നാൽ മാഗ്നറ്റിസത്തിലേക്ക് വരുമ്പോൾ ആ ടോട്ടൽ ഫ്ലക്സ് 0 എന്നാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, വൈ ഈസ് ദ ഡിഫറൻസ് ഇൻ ദ ടു കേസസ്? എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഡിഫറൻസ്? എന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ ഇത് തന്നെയാണ് അതിന്റെ റീസൺ. നമുക്ക് ഒരിക്കലും മാഗ്നറ്റിസത്തിൽ ഒരു നോർത്ത് പോളിന് ഒറ്റക്ക് നമുക്ക് വെക്കാൻ സാധിക്കില്ല. ചാർജിൽ അങ്ങനെ പ്രശ്നമില്ല. ചാർജിൽ നമുക്ക് പ്ലസ് ക്യൂ തനിച്ച് വെക്കാം. പ്ലസ് ക്യൂ ഉണ്ടെങ്കിൽ അവിടെ തന്നെ മൈനസ് ക്യൂ വെക്കണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. റെഡി അല്ലേ? അപ്പൊ പ്ലസ് ക്യൂ ഒറ്റക്കുള്ളതുകൊണ്ട് അപ്പൊ അവിടെ നിങ്ങളൊന്ന് ആലോചിച്ചേ, അവിടെയും പ്ലസ് ക്യൂവിന്റെ അകത്ത് ഒരു മൈനസ് ക്യൂ ഉണ്ടായിരുന്നെങ്കിലോ? അങ്ങനെയാണെങ്കിൽ അവിടെയും ടോട്ടൽ ഫ്ലക്സ് 0 എന്നായി പോയേനെ. പക്ഷെ ഇവിടെ നമുക്ക് അങ്ങനെ മൈനസ് ക്യൂ എപ്പോഴും അവിടെ ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല. പ്ലസ് ക്യൂ ഒറ്റക്ക് വെക്കാം. പക്ഷെ മാഗ്നറ്റിസത്തിൽ ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു പോള് ഒറ്റക്ക് വെക്കാൻ പറ്റില്ല. അപ്പൊ നോർത്തും ഉണ്ട്, അപ്പുറത്ത് സൗത്തും ഉണ്ടാവും. അതുകൊണ്ടാണ് ആ ടോട്ടൽ ഫ്ലക്സ് എന്തായി മക്കളെ 0. ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ ഇനി തെറ്റിക്കോ? എക്സാമിന് ഒരുപാട് വന്നൊരു ക്വസ്റ്റ്യൻ ആണ്, പലരും തെറ്റിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ക്ലിയർ അല്ലേ? അപ്പോൾ ക്രിസ്മസ് എക്സാമിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് വളരെ പെട്ടെന്ന് തന്നെ തുടങ്ങുക. നമ്മുടെ ലൈവ് ക്ലാസ്സുകൾ മറ്റൊക്കെ വരാൻ പോവുകയാണ്. എല്ലാത്തിനും നിങ്ങൾ പങ്കെടുക്കുക. ഇതുപോലുള്ള വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, ഡിഫിക്കൽട്ട് എന്ന് തോന്നുന്ന ക്വസ്റ്റ്യൻസ് സിമ്പിളായിട്ട് നമുക്ക് പഠിച്ചങ്ങ് പോവാം. എക്സാമിന് ഫുൾ മാർക്കും സ്കോർ ചെയ്യാം. ഐഗൺ ലേണിംഗ് ആപ്പ് നിങ്ങൾ കൂടെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ടിൽ ദെൻ ബൈ ബൈ.